എവിടെ പോയി ഇത് വിളിച്ചെങ്കിൽ മതിയായിരുന്നു ഇവള്. പിണങ്ങിയും പോയി ആവശ്യമില്ലാതെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി. പോയേ ഉറങ്ങട്ടെ. കൊള്ളാം. പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ അവിടെ കിടന്ന് ഉറങ്ങുക അല്ലേ? പ്രശ്നങ്ങൾ ആരാണ് നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചേ? വലിയ ആൾക്കാർ വർത്താനം പറയുന്ന പോലെ. നിങ്ങൾ തന്നെ പറഞ്ഞ കേട്ട് പഠിച്ചതാ, അല്ലാണ്ട് ആര്? ഇവിടെ ഡയലോഗും തത്വങ്ങളും കൊണ്ടാണല്ലോ അടി. അച്ഛൻ അവിടെ കിടന്ന് കരയുന്നു, അമ്മ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. ഇതിന്റെ പേരാ അമ്മയ്ക്ക് പ്രസവ വേദന, മോണയ്ക്ക് വീണവായന. അങ്ങനെയാണോ ശിവ? വെറുതെയാണോ? എടാ അങ്ങനെ നല്ലട പൊട്ടാ. പിന്നെ അമ്മയ്ക്ക് പ്രസവ വേദന, മോൾക്ക് മോണവായന. അങ്ങനൊന്നല്ല, അമ്മയ്ക്ക് പ്രസവ വേദന, മോൾക്ക് വീണവായന. ഒന്ന് ഇറങ്ങിപ്പോയേ, ഒന്ന് കിടന്നോട്ടെ. അതെ, അമ്മ മര്യാദക്ക് അച്ഛനോട് ഒന്ന് സോറി പറഞ്ഞ. എന്തിനാ? ആന്റി ഇവിടെ ഇറങ്ങിപ്പോയതേ അച്ഛന് ഭയങ്കര സങ്കടമായി. അതെ, ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് കിടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇറക്കി വിടരുത്. അതാരും പറഞ്ഞു? എടാ അതൊക്കെ ഒരാള് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല, ഇറക്കി വിട്ടിട്ടില്ല. പോണോന്നും തോന്നുന്നവര് എപ്പോഴാണെങ്കിലും പോവും. കേട്ടാ? പോ, ചെല്ല്. അമ്മ മര്യാദക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് സോറി പറഞ്ഞോട്ടാ. പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല? ഇല്ല. അന്ന് ഞങ്ങള് പോണില്ല. മര്യാദക്ക് ഒന്ന് സോറി പറഞ്ഞു എണീപ്പിച്ച. അമ്മയ്ക്ക് പറ്റിയ അബദ്ധമല്ലേ അത്? ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പറയരുതൊന്ന്. പോയാ വിട്ടെ. ഇപ്പൊ എന്താ, ഞാൻ സോറി പറയണം അത്രല്ലേ ഉള്ളു? ആ മാറ്, അങ്ങ് മാറ്. സോറി പറയാം. സോറി അച്ഛൻ്റെ അടുത്ത് മാത്രമല്ല, മക്കളെടുത്ത് അച്ഛാ, അമ്മ അമ്മ എന്താ നിങ്ങളെല്ലാം കൂടെ അമ്മ എന്ത് ചെയ്തേ? അയ്യോ അച്ഛ, അച്ഛൻ എന്തീ പറയുന്നത്? ഞങ്ങൾ അമ്മേനെ എന്ത് ചെയ്യാനാണ്? അച്ഛ, അമ്മ തല്ലാൻ വേണ്ടി കൈ പൊക്കി, അമ്മയുടെ കൈ ഉളുക്കി, ചെന്ന് തടവൻ പോയപ്പോ അയ്യോ പത്തോന്നും പറഞ്ഞ് കീറി പൊളിക്കുന്നു. തൊട്ടവര് തന്നെ അനിയത്തി പോയ എന്റെ ദേഷ്യത്തിന് മക്കളെ പിരിവിപ്പിച്ച് വിട്ടിരിക്കാണ് എന്റെ കൈയുടെ പൂട്ടിളക്കാനായിട്ട്. നീ മിണ്ടരുത്, നീയാ എന്റെ കൈയുടെ പൂട്ടിളക്കാൻ കാരണം. തൊട്ടവര് തന്നെ. എങ്കിൽ വച്ച് അനുഭവിച്ചോ, നിന്റെ പോരിന് ദൈവം തന്ന ശിക്ഷയാണ്. അതെ, ദൈവം തന്ന ശിക്ഷയാണ്. അവളിവിടെ വന്ന് കേറിയപ്പോൾ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. ഓ, നിന്റെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നല്ല, അവൾ ഇവിടുന്ന് പോണമെന്ന്. എന്തോന്നായിരുന്നു ഞാൻ പറഞ്ഞൊക്കെ? വെറുതെ അവള് തമാശാറ്റി എടുക്കുള്ളൂ. അവള് ഞാനൊരു യാതൊരു പ്രശ്നവും ഇല്ല. ഇന്ന് നീരടി പറഞ്ഞത് എനിക്കറിയാം, നിന്റെ മനസ്സിൽ അവളുടെ അടുത്ത് ദേഷ്യമുണ്ട്. ആ ദേഷ്യം തോന്നും, എങ്ങനെ തോന്നാണ്ടിരിക്കും? എന്തൊക്കെയായിരുന്നു അവളോട് വന്നപ്പോ കാണിച്ചു കൂട്ടിയത്? മോളെ നീ കറുത്തു പോയടി, മെലിഞ്ഞു പോയടി, ക്ഷീണിച്ചു പോയടി, അത് കഴിക്കടി, ഇത് കഴിക്കടി. എന്നിട്ട് അവള് 10-12 ദിവസം പട്ടിണി കിടന്ന പട്ടി ചിക്കൻ കടിച്ചു പറിക്കണ പോലെയാണ് ചിക്കൻ കടിച്ചോണ്ടിരുന്നത്. അച്ഛാ, അഞ്ചറി മാറിന്ന് ആ ഫ്ലോ അങ്ങ് പോയല്ലേ. എടി നീ മനഃപൂർവ്വം അല്ലേടി എന്റെ കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യിച്ച് കൈമുറിപ്പിച്ചത്? എടാ, എന്നിട്ട് ഇവള് മാറി എന്ന് ചിരിക്കുന്നു. അതെ, മനഃപൂർവ്വമാണ്. അതെ, മനഃപൂർവ്വമാണ്. പെണ്ണുങ്ങളായ ഒരു ദിവസമെങ്കിലും പച്ചക്കറി കത്തി എടുത്തിരിക്കണം. അവിടെ നിന്ന് അവിടെ ഉണ്ടല്ലോ. അടുത്ത ഞാനാണ് പറയണ്ടത്. മക്കളെ, ഇവളെന്താണ് പറഞ്ഞേ? പെണ്ണുങ്ങളായ ഒരു തവണയെങ്കിലും പച്ചക്കറി കത്തി എടുത്തിരിക്കണം. എടി, അവക്ക് കത്തി എടുക്കേണ്ട കാര്യമില്ല. അവള് 4 പെണ്ണുങ്ങൾ ഒരേ സമയം പെരുമാറുന്ന അടക്കളയുള്ള കുടുംബത്തിലാണ് അവള് ജനിച്ചത്. ഞാൻ അവളെ എങ്ങനെ വളർത്തിയെന്നറിയാമോ? തലയിൽ വെച്ചാ പേനരിക്കും, തലയിൽ വെച്ചാ എറുമ്പരിക്കും. അങ്ങനെയാണ് ഞാൻ. ഇങ്ങനെ പോയ അവളെ ചതലരിക്കും. നാരി ഭരിക്കുമിടം നാരായ വേര് തോണ്ടിടും. അച്ഛൻ മൊഴിഞ്ഞത് മക്കൾക്ക് മനസ്സിലായില്ല അല്ലേ? അതായത് അമ്മയാണല്ലോ ഇവിടെ ഭരിക്കണത്, അതുകൊണ്ട് ഇവിടെ മുടിഞ്ഞു പോവുന്ന്. അല്ല, ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? സംബന്ധം. നിങ്ങളെ പെങ്ങളെ ഏതെങ്കിലും ചെറുക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ചിടാൻ നോക്ക്. അവക്ക് എന്താണ് ഒരു കുഴപ്പം? അവക്ക് ഇല്ലേ, 5 അടി മാറിയെന്ന് സംസാരിക്കും. അവക്ക് കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്റെ ബാലു, ഞാൻ അവളെ സ്വന്തം അനിയത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവളെ നിങ്ങളെല്ലാരും കൂടെ പറഞ്ഞ് ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ബാലു, അവക്കിപ്പോ എത്ര വയസ്സായി? അവളെ കെട്ടിച്ചുകൊണ്ട പ്രായം കഴിഞ്ഞില്ലേ? അവളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. മറ്റൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുകൊണ്ട പെണ്ണാണ് അവള്. ഇവിടെ നിന്ന്
എടി അവളെ നിന്റെ കുടുംബത്തിൽ തരൂല. വേറെ ഏത് കുടുംബത്തിൽ പറഞ്ഞു വിട്ടാലും നിന്റെ മനസ്സിലുള്ള മോഹം അങ്ങ് മാറ്റി വച്ചരാ. നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. പുറം വെളുപ്പോണ്ട് ഒരു കാര്യമില്ല. ഇതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ആ, നിങ്ങൾ ഉദ്ദേശിച്ച തന്നെയാണ്. നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നിങ്ങളെ മറ്റേ പെങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, അവള് ഭൂലോക സുന്ദരിയാണെന്ന്. അവളെ തൊലിവെളുപ്പിന്റെ കുറ്റം പറഞ്ഞ് എവളെ സഹോദരനായിട്ട് മുട്ടിക്കാൻ നോക്കണ കണ്ട. ആർക്ക് വേണോ അവളെ? ഇത് പറയുമ്പോഴും അവളെ മനസ്സിൽ മോഹമുണ്ട്. ആ, മോഹമുണ്ടെന്ന് കൂട്ടിക്കോ. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് അവളെ മയക്കി എടുപ്പിച്ച് നിങ്ങൾ അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചേനെ. കണ്ട അവളെ മനസ്സിൽ കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അനിയനെ ഇവിടെ വിളിച്ചോണ്ട് വാ. ഞാൻ എന്റെ അനിയത്തി ഇവിടെ കൊണ്ടുവരാം. അവ എങ്ങനെയാണ് എന്റെ അനിയത്തിയെ മയക്കി എടുക്കണമെന്ന് എനിക്കൊന്ന് കാണണം. അവനെങ്ങാനും ഇവിടെ വന്ന അവന്റെ മുട്ടിന്റെ ചിരട്ട ഞാൻ തല്ലിപ്പൊട്ടി. ചേച്ചി കഴിക്കാൻ തൊട്ട് മാമിന്റെ കാലിന് എന്താ പറ്റിയത്? ഒരു തെങ്ങ് മാമന്റെ മുട്ടിന്റെ ചിരട്ട അടിച്ചു പോയി.